പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ബിടെക് ക്ലാസ്സുകൾക്ക് വേണ്ടി വരുന്ന ഒരു ടോപ്പിക്കാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നുദ്ദേശിക്കുന്നത് ഒരു ഫംഗ്ഷൻ കോൺകേവ് അപ്പിൽ നിന്ന് കോൺകേവ് ഡൗണിലേക്ക് തിരിയുകയോ അല്ലെങ്കിൽ കോൺകേവ് ഡൗണിൽ നിന്ന് കോൺകേവ് അപ്പിലേക്ക് തിരിയുകയോ അങ്ങനെ തിരിയാൻ തുടങ്ങുന്ന ഒരു പോയിൻ്റുണ്ട്. ആ പോയിൻറ്റിനെയാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുക. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവിൽ നിന്ന് സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവിലേക്ക് തിരികെയോ അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കോ തിരികെയോ ചെയ്യുന്ന ആ പോയിൻ്റ്, അതിനെയാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുക. അത് നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി അതിനെ പരിചയപ്പെടാം. പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷനെ ഈ പറയുന്ന കോൺകേവ് അപ്പും കോൺകേവ് ഡൗണൊന്നും ഇല്ലാതെ ഞാൻ മറ്റൊരു തരത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ജാർ ഇമാജിൻ ചെയ്യുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഏറ്റവും താഴെ വോളിയം കൂടുതലുള്ള, സ്പേസ് കൂടുതലുള്ള, ഏരിയ കൂടുതലുള്ള ഭാഗമായതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ വളരെ പതുക്കെയല്ലേ ഉള്ളു, വെള്ളത്തിൻ്റെ ഡെപ്ത് കൂടി വരുള്ളൂ. പതുക്കെ ഡെപ്ത് കൂടി വരും. കൂടുതൽ വെള്ളം ഒഴിച്ചാലേ ഇവിടെ ഒരല്പം വെള്ളം ഉയരുള്ളൂ. പക്ഷേ ഉയർന്ന് മുകളിലേക്ക് വരുമ്പോൾ സ്പേസ് കുറഞ്ഞു വരുന്നത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ വേഗതയിൽ ഹൈറ്റ് കൂടി ഡെപ്ത് കൂടി വരുന്ന കാണാം. നമ്മൾ കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ടോപ്പിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നിറയുന്ന ആ ഒച്ച നമുക്ക് മനസ്സിലാവുമല്ലോ, വളരെ പെട്ടെന്ന് നിറയുന്നതിൻ്റെ ഒരൊച്ച. അത് കഴിഞ്ഞ് ഇവിടം വരെ എത്തുമ്പോൾ പെട്ടെന്ന് നിറയാൻ തുടങ്ങും. അതിനുശേഷം വീണ്ടും സ്പേസ് കൂടി വരികയാണ്. അപ്പോൾ പിന്നെ പതുക്കെ ഈ ഡെപ്ത് കൂടുന്നതിൻ്റെ റേറ്റ് കുറഞ്ഞു വരും. ഇവിടുന്ന് കൂടി വന്നിരുന്നതിൻ്റെ ഇവിടെ വന്നപ്പോഴേക്ക് കൂടിക്കൊണ്ടുവന്നിരുന്നതിൻ്റെ റേറ്റിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് വെള്ളത്തിൻ്റെ ഡെപ്ത് കൂടുള്ളൂ. അങ്ങനെ ആ ഡെപ്തിൻ്റെ റേറ്റ് കൂടിക്കൂടി വരുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ, അതായത് ഇവിടെ എത്തുമ്പോൾ പിന്നെ കുറയാൻ തുടങ്ങുന്നു. അങ്ങനെ കുറയാൻ തുടങ്ങുന്ന ആ പൊസിഷനെയാണ്, ആ പോയിൻറ്റിനെയാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇതുപോലുള്ള ബോട്ടിലുകളുടെ ഈ പൊസിഷനിൽ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ട്. അതാണ് അതിൻ്റെ ഐഡിയ. ഡെറിവേറ്റീവിൻ്റെയൊക്കെ സഹായത്തോടെ അല്ലാതെ അതിൻ്റെ നാച്ചുറൽ കൺസെപ്റ്റ് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതുപോലെ എല്ലാ ടോപ്പിക്കുകളുടെയും ശരിക്കുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നതിന്, അങ്ങനെ പഠിച്ചാൽ മാത്തമാറ്റിക്സ് വളരെ എളുപ്പമാകും. അങ്ങനെ പഠിക്കുന്നതിന് യു അറ്റൻഡ് ദ ഓൺലൈൻ ക്ലാസ്സസ് ഓഫ് വ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ്. ഓക്കെ, താങ്ക് യു.